കൊച്ചർക്ക നീ ഞാനാ ഇങ്ങനെയാണോ മൂത്തവരോട് സംസാരിക്കുന്നേ? എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇങ്ങോട്ടോ ഇവിടെ എന്താ പരിപാടി? എന്താ മാസാ എന്ത് മാസം? മാസ സോങ് ഓക്കെ. സൗണ്ട് വിട്ട് സൗണ്ട് വിട്ട് ഈ വാതിൽ തുറക്കാൻ പറ്റുമോ? ഓട്ടോമാറ്റിയുടെ നമുക്ക് കയറാൻ പറ്റും. ഞാനിക്ക് മേടിച്ചല്ലേ தம்பி நான் உனக்கு 600 CR கொடுத்ததுக்கு അക്കൗണ്ട് അല്ലേ? ഒന്ന് സംസാരിച്ചാൽ എല്ലാരും ഹലോ നോക്കിയേ. ഹലോ ഹലോ അക്കൗണ്ടാ? ഈ റൂം നമുക്ക് ഇതൊന്ന് ഈ പറയുന്ന റെന്റിന് തരണേ. ആവശ്യം വരും അന്ന മിന്നുന്നു. ഞാനില്ല സാധനങ്ങൾ എവിടെ? தம்பி நீ யாரு? தந்தை இல்ல கைவில்ல உனக்கு கைவருக்கு எப்படி இது? അടിച്ചു പോലും കേട്ടാ. നമുക്കൊരു റൂം വരാം സൈഡില്. ചുമ്മാ ഇല്ലടാ. ഒരു റൂം വരാൻ പറയാ ചന്ദ്ര. ഒരു റൂം ചന്ദ്ര ഒരു റൂം വരാൻ പറയാ ചന്ദ്ര. മൂത്രക്കല്ലാണോ? എടാ ഇത് ഡിസൈൻ അല്ലേ? ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ ഞാൻ എന്നെ കാണുന്നുണ്ടാ? ഓ കാണാ. എനിക്ക് അതിന്റെ ഒന്ന് കൊണ്ടുവന്നാ പണി തരും. കൺസ്ട്രക്ഷനിലാണോ? സൂര്യ താങ്ക് യു സൂര്യ. அப்போ தேங்க் யூல படையாதப்பா. நம்ம இந்த பால்கனில போய் சிகரெட் பிடிக்கலாமா? ஐயோ நீ பிடிக்க பாப்பா. പൈസ മാമാ ഡ്രീം വിളിച്ചിടടാ. ചന്ദ്ര പൊരകുടി അപ്പൊ പൊരകുടി പൊലകുടി എന്താ അടിയന്തരം? ഇതില്ല அந்த സൈഡ്. മറക്കേ. ആര് കൊന്ന്? ചന്ദ്രു മാമനെ ആരോ അടിച്ചു കൊന്നോ? അടിക്കുമ്പോഴേ മാമ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മാമനെ ആരോ അടിച്ചു എടാ സിറ്റുവേഷൻ എന്താന്ന് നോക്കിട്ടൊന്നു. ആരാ പറഞ്ഞ മാമനെ കൊന്നെന്ന്? മാമൻ തന്നെ പറഞ്ഞ മാമനെ. നിങ്ങൾ പോയി നോക്കിട്ട് എന്താന്ന് വെച്ചാൽ നോക്കിട്ടുണ്ടെന്ന് പറ. ചന്ദ്രു
ഇപ്പൊ ഇങ്ങനെ എന്നാ വേണം ചന്ദ്രു സ്ക്രാച്ച് ആൻഡ് വില്ല് കിട്ടിയെങ്കിൽ എന്താ വീട് കിട്ടിയില്ലേ? താങ്ക്സ് റാ സൂര്യ. എന്റെ എത്ര വർഷത്തെ കനവെന്ന് നിനക്ക് தெரியுமா? ഇതെന്റെ എത്ര വർഷത്തെ ആ ഒരു കനവെന്ന് നിനക്ക് தெரியுமா? இந்த സിറ്റി വന്നപ്പോ തൊട്ട് இந்த ഗ്യാങ് ഹൗസിൽ കേറിയപ്പോ തൊട്ട് ഉള്ളൊരു ഡ്രീമാണ് ഇന്ന് ഇവിടെ നിന്ന് വീട് നോക്കണം. നമ്മുടെ ആൾക്കാരെല്ലാം അവിടെ ചന്ദ്രു ആയിട്ടില്ലേ? ഫീലിങ്സ് അല്ലേ? என்ன பாட்டு ரொம்ப நாள் ஆகுது. அப்ப ஏன்பா உன் கேப் போட்டு மூஞ்சிருக்க? അയ്യോ എടാ നായിന്റെ മോനെ പാട്ട് വേണ്ട നിന്റെ പാട്ട് വേണ്ട വേണ്ട. ചന്ദ്രു പറയ് ചന്ദ്രു. അതായത് മുച്ചിരി നിനക്കറിയാമോന്ന് അറിയില്ല. നിനക്കറിയാൻ വഴിയില്ല. കാരണം നീ കുഞ്ഞാന്ന്. നമ്മൾ ഈ ഗ്യാങ് ഹൗസ് ഒക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ഉണ്ടല്ലോ ഈ വീട്ടിലാ നമ്മൾ ആ സമയത്ത് താമസിച്ചോണ്ടിരുന്നത്. സാധാരണ നമ്മള് ഒരു ഗ്യാങ് ഒക്കെ ഒരു സിറ്റി പറഞ്ഞ സമയത്ത് താമസിക്കുന്നത് ആ ഒരു വലിയ ബംഗ്ലാവിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള കുറെ വീടുകളുണ്ട്, അവിടെയാണ്. പക്ഷേ ഉണ്ടല്ലോടാ നമുക്ക് നമ്മുടെ ഈ വീട് ആയിരുന്നു നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ഈ വീട്ടിൽ തന്നെ ഈ കൊച്ചു വീട്ടിൽ തന്നെ ഒരു 10-16 രൂപ വെച്ച് താമസിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാരും വീടിന്റെ പണിയൊക്കെ പോയി നോക്കും. ആ ഒരു വൈബായിരുന്നു. മനസ്സിലായോ വെച്ചിരി? വാസോണ്ടൊക്കെ എത്ര കല്ല് ചുമന്നിട്ടുണ്ടെന്ന് അറിയാം നിനക്ക്? വാസോണ്ടൊക്കെ രാവിലെ എണീക്കുമ്പോ തന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈലിയൊക്കെ ഉടുത്ത് തലയിലൊരു മറ്റേ ഇതാണ് തോർത്തൊക്കെ ഇട്ട് ഒരു കെട്ടൊക്കെ കെട്ടി 2 സൈഡിലും കല്ലൊക്കെ, അതായത് 2 കയ്യിലും കല്ലൊക്കെ എടുത്തുകൊണ്ട് പോയി താഴെ കൊണ്ടൊക്കെ വെച്ച് അങ്ങനെ കെട്ടി പണിത് ഉയർത്തിയ ഒരു ബംഗ്ലാവാണ്. ഒരു ലെഗസിയാണ് നീ ആ കാണുന്നത്. ഒരു ലെഗസി, മനസ്സിലായില്ലേ? ഒരു എംപയർ. അതാണ് ദോ അവിടെ. അപ്പൊ അന്നോട്ട് എൻ്റെ ഒരു ആഗ്രഹമാണെടാ, നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളൊന്ന് വൈകിട്ട് ഒരു വിശ്രമിക്കാൻ കിട്ടുന്ന ഒരു സമയത്ത് ഇതുപോലെ വന്ന് ഒരു പഫൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കണം. നമ്മുടെ ഈ വീട്ടിൽ നിൽക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ നിൽക്കാൻ പറ്റും എനിക്ക്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള എൻട്രി ഒന്നും എനിക്കില്ലായിരുന്നു. മനസ്സിലായി? നമുക്ക് ഈ വീട് അന്ന് നമുക്ക് റെന്റിന് തന്ന ആള് പുറത്തു പോയി പുള്ളിയുടെ മോളെ കൂടെ താമസിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മളെല്ലാം മിസ്സായിപ്പോയി. പിന്നെ അത് കണ്ടുപിടിച്ച് ഇപ്പതേ കൊണ്ടുവന്ന് സെറ്റ് ആക്കിയത് സൂര്യാണ്. இந்த வீடு வந்து எங்க இருந்ததுன்னா துபாயில ஒரு பெரிய ஷேக்குப்பா. அங்க வந்து ஒரு பெரிய போட்டி நடந்தது. இந்த போட்டியில நான் ஜெயிச்சு இந்த வீடு எடுத்துட்டு வந்தேன். சும்மா ஈஸில இல்லப்பா, ரொம்ப டஃப்பா தான் இந்த வீடு எடுத்தேன். எந்த போட்டி? அங்க வந்து ஒரு பெரிய காளமாடுப்பா. அந்த காளமாடை நான் தான் அடக்கணும். நீ காளமாடை நீ இடிக்கணும்? ஆஹா, நான் அடக்கணும். EMI அடிக்கணும். ஓ അങ്ങനെ. അറിയുമോ? അത് மாதிரி பெரிய கால நான் ஒருத்தனா ഒരു സെക്കൻഡ് നീ എന്താ എന്റെ ഫ്രണ്ട് വലിക്കണ? മാറി ബാക്കി നിന്നേ. ചന്ദ്രല്ലേ പറഞ്ഞു ഒരു ബഫൽ ഇടണം. അപ്പൊ അനക്കുമായി ആസ. ഞാൻ നിനക്ക് ആസ വരണ്ട, ഞാൻ വലിച്ചോളാം. അത് എന്റെ ആസയാ. നീ പറ. അപ്പൊ അനക്കും ആസ ഉണ്ടാവില്ല ചന്ദ്രു. നിനക്ക് ആസ വേണ്ട, നിനക്ക് ആസയുള്ള പ്രായമായില്ല. മുച്ചിരി 18 വയസ്സായി. இங்கெல்லாம் அவட போயிட்டாங்க. பார்த்தா பெரிய பெரிய காலம் இருந்ததுப்பா. அந்த இடத்துல கிட்டத்தட்ட 30 பேர் இருந்தாங்கப்பா. அங்க வந்து 3 காளமாடு இருந்ததுப்பா, 3 கவுகு. அங்க வந்து என் கூட வந்து 29 பேர் செத்து போயிட்டாங்கப்பா. ஒருத்தரா செத்தாங்க. அந்த மாட்டு மேல இடிச்சு செத்தாங்க. நான் ஒருத்தனா நின்று அந்த காளை அடக்கி இந்த வீடு ஜெயிச்சேன்.
ഐ പ്രൗഡ് ഓഫ് മൈ സൺ, മൈ അരുമ മകൻ. இதுக்கு மேல நம்ம சொந்த வீடு பாரு. உனக்கு மட்டும் അപ്പൊ ഈ വീട് പെർമനന്റ് ആണോ അതോ പോവോ? പെർമനന്റ് தான். പെർമനന്റാ? ஆமாப்பா, 500 கொடுத்தா பெர்மனன்ட். மந்த்லி 500 கொடு. മന്ത്ലി 500 தான்ப்பா. அதாவது இந்த இடத்துல வந்து கஸ்டம் வீடு போட்டா மந்த்லி 2, பெருதே இந்த வீடு மட்டும் இருந்தா 500. അത് സാരല്ല, അത് നമുക്ക് റെഡിയാക്കാം. ஸ்டார்டிங்ல இந்த இடத்த வாங்கிட்டோம். இது யாராலையும் இதுக்கு மேல வாங்க முடியாது. ആ ലെറ്റ്സ് ഗോ. അപ്പൊ ഈ വീടിന് നമ്മുടെ വീട് ഡ്രീം കം ട്രൂ മൊമെന്റ് ബ്രോ. உனக்கு கீ கொடுக்கறேன் வாப்பா. ആ കീ വാ 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 വാ. അരിമ മകനെ, ഞാൻ കുറെ നിന്നെ തെറ്റിദ്ധരിച്ചു. സോറി. ഞാൻ കുറെ വഴക്കൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത് നിന്നെ. നീ കുറെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു നിന്റെ അടുത്ത്, എല്ലാം നീ അങ്ങ് മാറ്റി. ഡേ നീ ഗണ്ണ് വിൽക്കാനാണ് മിസ്റ്റർ എക്സ് പറഞ്ഞ ഉള്ളതാണാ? ആ ID 474 474. உனக்கு சாவி கொடுத்துட்டப்பா, உனக்கு பெர்மிஷன்லாம் இருக்கும். இங்க கராஜ் உண்டு எல்லாம். അങ്ക് തരോ പെർമിഷൻ? இல்ல, அப்பாக்கு அம்மாக்கு. ടോഗിൾ ലോക്ക്, ടോഗിൾ അൺലോക്ക്. ഒറ്റയ്ക്കാവുന്നു ഇതെങ്ങനെ ഓണാക്കണേ? ചന്ദ്രു ഗീതരം അറിയാം. ഞാൻ ക്ലീൻ ആക്കാൻ വരാം. ഞാൻ വീട്ടിൽ ക്ലീൻ ആക്കാൻ വരാം. നമുക്ക് ലൈറ്റ് പവർ സപ്ലൈ ഇവിടെ ഇത് ഇൻവെർട്ടർ വെക്കണം. ആദ്യം ഒരു ബേസിക് ആണ് ഇൻവെർട്ടർ വെക്കണം, ഇല്ലെങ്കിൽ കറണ്ട് പോകും. உனக்கு டீ வைக்கலாம், இங்க வா. உனக்கு எப்படி வைக்கணும்னு சொல்லி தரேன். அவரை நீயே செட் பண்ணிக்கலாம். இங்க வா. ലൈറ്റ് വന്നു. மேனேஜர்ல நீ எதா இங்க மேடிக்கணும்னா மேடிச்சுக்கலாம். ஃபர்னிச்சர் ஆர்டர் ஃபர்னிச்சர்னு இருக்கு பாரு. മാനേജ് ഓപ്ഷൻ ഇല്ല എനിക്ക്. மேனேஜ் ஆப்ஷன் കീ ഹോൾ, ടോഗിൾ ലൈറ്റ്, ടോഗിൾ ലോക്ക്, എക്സിറ്റ്. ഇത്രയും മൊത്തം തയ്യാർക്ക്. நான் உனக்கு வீடு தரணும். அது என்னால தான் செய்ய முடியும் போல. ഹലോ എന്താ? മാമന്റെ കേസ് എന്താടാ? മാമന്റെ കേസ് എന്താ? കത്തിപ്പോയി മാമൻ. കത്തിപ്പോയി ചന്ദ്രു. അല്ല വേറെന്താ പ്രശ്നം? SRRI നമ്മള് നേരത്തെ എന്തോ ഒരു സ്കീം ആയായിരുന്നു. അമ്പു ഇവരൊക്കെ ആയിരുന്നു. തമ്പി കീഴെ ഇറങ്ങ. എന്നാ സൂര്യ அப்ப என்ன குணாப்பா சாக்லேட்? ആ இது யாருக்குமே இருக்காது, நம்ம கிட்ட தான் இருக்கும். ലവ് യു സൂര്യ. வீடுப்பா. നല്ല என்ன குணாப்பா? സൂര്യവാസ്, ഞാൻ നിന്നെ എത്ര ഹെൽപ്പ് ചെയ്തിനാറാ. നമ്മക്കൊരു അഗ് തരണ്ട. ഇത്ര പാട്ടിട്ട് ഞാനാ. அடி அழுக்கு அக்கு கொடுத்தா முத்த தருவியா நீ? എന്താ முத்த தராம அக்கு கொடுத்தியா? എടാ നീ കൊച്ചിറക്കനാ, നിന്നെ മുത്തുന്നതിന് സീനില്ല. അല്ല നമ്മ സ്നേഹത്തില് കുത്തുന്നില്ലേ പിള്ളേരെ? നിന്റെ സ്നേഹം വേണ്ട, നിന്റെ സ്നേഹം വേണ്ട. ഈ മരുന്ന് കഴിച്ചേ, മുച്ചിരി ഓർമ്മ കഴിയാ മരുന്ന് കഴി. നിനക്ക് വയ്യ. കല്ലെങ്കും പനിയായിരുന്നു. സൂര്യ വെള്ളം എന്താ? വെള്ളം വാട്ടർ. கொக்கோகோலா ஓகேவா? ചന്ദ്രു എന്താ ചന്ദ്രു നമുക്ക് സന്തോഷം. കഞ്ചാവാണോ கஞ்சாவா? ചന്ദ്രു? എന്താ നമുക്ക് തന്നേ? തലതിരിഞ്ഞു ஏதோ கேட்டியப்பா மிஸ்டர். ചന്ദ്രു, തലതിരിഞ്ഞു ചന്ദ്രു.
ചന്ദ്രു ഒന്നുമില്ല ഇതിനകത്ത് കട നമ്മളിപ്പോ വരാം. സൂര്യവാ ഓക്കെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങ. பண்ணாலும் பிரயோஜனம் இல்ல. ലോക്ക് 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 லாக் ചെയ്താലും ഇറങ്ങலாம். ലോക്ക്. അത് ഓക്കേപ്പാ. അത് ലാഗ് ചെയ്താലും ഇറങ്ങலாம். അതെങ്ങനെ? അതാ എനിക്ക് അറിയില്ല. ലാക്കിലതാ ഗെയിം ഇച്ചിരി ഇറങ്ങല ലൂസ്. മണ്ടനായോണ്ട് പിന്നെ. ഹലോ ഉച്ചിരി ഓക്കെ അല്ലടാ? ഉച്ചിരി ഓക്കെയാണോ ഉച്ചിരി? ഞാന് തലതിരി ഞങ്ങക്ക് ഭയങ്കര ഒരു ബെഡ് എന്ത് വെക്കാൻ പറഞ്ഞൂടെ അവനോട്? നീ എവിടാ? അവിടെ ഇത് എന്താ നീ ഓക്കെ അല്ലേ? ഈ സ്ക്രീന് മാറി മാറി കളിക്കുന്ന നല്ല തലറക്കണ്ടാ? ഇറങ്ങി ഇറങ്ങി. എന്താടാ വെച്ച് കിടക്കണേ? അപ്പാ മിസ്റ്റർ എക്സ് ഏതോ சொன்னாங்கன்னு சொன்னேனப்பா. എടാ മിസ്റ്റർ എക്സ് പറഞ്ഞ് നീ ഗണ്ണ് വിക്കണം. ഗണ്ണ് അപ്പാ ഞാൻപ്പാ ഗണ്ണ് വിക്കറേൻ. കാശിന് വേണ്ടിട്ട്. ഉള്ളതാണോ അല്ലേ? ഉള്ളതാണോ അല്ലേ? സത്യം മട്ട് സൊല്ല് സൂര്യ. சத்தியம் சொல்ல தம்பி. ഓ അമ്മ ചന്ദ്രനെ പിടിച്ചിട്ട് സത്യം കള്ളം ഓ അമ്മ മേലെ സത്യം സൊല്ല്. ഇല്ലില്ല അമ്മ മേലെ സത്യം പറയില്ല. അമ്മ മേലെ കള്ളം പറയില്ല. പറ അമ്മ മേലെ സത്യം സൊല്ല് പറ. அது என்ன பிரச்சனை உங்களுக்கு எக்ஸ்பிளைன் பண்றேன். இங்க பாரு எம்ஆர்சில இவரு இருக்காருல ராம்போ மாமா. ஒரு தவசை என்ன கிட்னாப் ஆக்கி ஒரு இடத்துக்கு கொண்டு போனாங்க சப்வே கிட்ட போகும்போது அவட സംസാരിക്കും போது அவரை വെറുതെ പ്രാങ്ക് ചെയ്യാൻ പീഡിയെ വിളിച്ചു ഹലോ പീഡി இது மாதிரி நான் எம்ஆர்சி ராம்போ സംസാരിக்கிறேன். எனக்கு ஒரு கன்னு வேணும்னு ചോദിച്ചேன். அப்ப பேர் என்னன்னு ചോദിச்சாங்க. உன்னோட பேர் என்னன்னு ചോദിക്കുம்போது என்னோட பேரு மிஸ்டர் ஒயிட்னு சொன்னேன். அதுதானா செய்தவர். எதுமே செய்யலமா. ചന്ദ്രതാ ഞാൻ വീഡിയോ അയച്ചുതരാം ചന്ദ്രന്. എന്നെ അപ്പ എന്റെ അമ്മ സത്യം പറഞ്ഞ് കള്ളം പറഞ്ഞു. വീഡിയോ അയച്ചുതരാ. എന്റെ വീഡിയോ. தம்பி நீங்க அதுக்கு சொல்ற எனக்கு தெரியும். நீ நான் ஒரு ദിവസം என்ன செய்தார்னா என்ன ஒரு இடத்துக்கு கூட்டி போயிட்டு என்ன ப்ராமிஸ் வாங்கிட்டு இதுக்கு மேல நான் அப்பான்னு விളിக்கணும்னு சொல்லி ரொம்ப டார்ச்சர். ഇങ്ങനെയാണോ അപ്ലോഡ് ചെയ്യണേ? നിനക്ക് എന്തായാലും നിന്റെ അച്ഛൻ എവിടെക്കെടുക്കാ വരല്. നിന്റെ സ്വന്തം അച്ഛനായിട്ട് ഞാനാണെന്ന് പറഞ്ഞാണ് ഇത്ര വലിയ തെറ്റ്. അച്ഛന്റെ പേര് പറയാ. അച്ഛന്റെ പേര് എന്തായിരുന്നു? കൃഷ്ണ പറ. ക്രിസ്ത്യാനോ റൊണാൾഡോ. നിന്റെ അച്ഛന്റെ പേര് പറ. അച്ഛന്റെ പേര് പറ. നിനക്ക് തന്ത ഇല്ല അപ്പ. നിന്റെ അഹങ്കാരം നിനക്ക് 10 തന്താര അഹങ്കാരമാണ് നീ കാണിക്കുന്നത്. അല്ല ഒരാളെ തന്തയില്ലാത്തോണ്ടല്ല ഒരാൾക്ക് നല്ലൊരു തന്തയായിട്ട് കൊടുക്കുന്നത്. എല്ലാരും ചന്ദ്രനെ പോലെ ഈ ചന്ദ്രനെ പോലെ നല്ല തന്തേനെക്കാട്ടും കുറച്ചും നല്ല താന്തല്ലേ നല്ലത്. കാരണം ചന്ദ്രക്ക് ഒന്നാമത് സ്ട്രെസ്സും കോഹ്ലിയായിട്ട് ഭയങ്കര സ്ട്രെസ് അല്ലേ. അപ്പൊ ഒരു മോനെ കൂടെ നോക്കുമ്പോ ഭയങ്കര ഇതായിരിക്കല്ലേ ചന്ദ്രു. അതുകൊണ്ട് പറഞ്ഞ. പക്ഷെ എന്നോട് എന്താ പറഞ്ഞേ? 5 കോടി എന്നാല് ഇന്നത് തന്തേന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ തന്തേന്ന് മാറ്റാം. വീഡിയോ ഉണ്ട്. എന്നാ നീ ആ വീഡിയോ കാണിച്ചാ ശരി. സൂര്യ അപ്പടി சொல்ல மாட்டேன். நான் அது போல சொல்லவே இல்லப்பா. அவன் கல்ல தம்பி கீழ இறங்க வெயிட் ஆக்கு. ചന്ദ്രന്റെ നമ്പർ ഒന്ന്. അതിനെ കീഴ ഇറങ്ങ്. എന്റെ നമ്പർ അല്ല എന്റെ 2 ബ്രോ എന്റെ. നീ കീഴ ഇറങ്ങ്. കീഴ ഗുണിടാ നീ. ദാ കൊച്ചർക്ക നീ ഇത് കണ്ടിട്ടുണ്ടാവൂല. ഏത്? ഇത് ദാ വീഡിയോ അയച്ചിട്ട് നോക്ക്. எனக்கு அம்ச்சு விடு. நானே பார்க்கணும். சும்மா സത്യം പിടി. അല്ല അലീന എന്റെ അമ്മ അലീന എന്റെ അച്ഛൻ ചന്ദ്രബോസ്. எங்க அப்பா பேர் சந்திரபோஸ். அம்மா பேர் அலீனா. அம்மா ആ സത്യം പിടിച്ചെന്തിനറിയോ? സത്യം. അസത്യല്ല ഞാൻ മാറ്റി പറയാന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞാല. പറയൂ ഒന്നൂടെ പറയ്. ഇനി വേണ്ടി വരും പറയാ കേക്കും. സത്യമാ நான் செய்றேன். അല്ല ശേ பின்னாடி கண்ணுல வச்சிருந்தாரு பாரு. ഇതുപോലെ പറയും. ആദ്യം മുതൽ പറയും.
കൊച്ചു പിള്ളേരുടെ അടുത്ത് ഇവിടെ കൊച്ചു പിള്ളേരുടെ അത് ഇതാണല്ലോ அப்பா அந்த டைம்ல இவரு கண்ணு வச்சிருந்தாருப்பா നീ കൊച്ചു പിള്ളേർ മൈരെന്ന് പറയില്ല ഞാനെപ്പോ മൈരിയെന്ന് പറഞ്ഞേ അതിൽ പറഞ്ഞിട്ടുണ്ട് ആ എന്ത് മൈരെന്ന് അങ്ങനെ എന്തോ പിള്ളേരുടെ ഫ്രണ്ട് അനാവശ്യം പറയണം ഞാൻ നിന്നെ തെരെ വിളിച്ചിരുന്നടാ അച്ഛനെ മോനെ ഞാൻ അവന്റെ അച്ഛനല്ല അറിയാലോ ഒക്കെ அலையில ആ ഒരു ദിവസം അച്ഛനെ അമ്മാക്കി സത്യം பூஜை பார்த்தா அஜில மறியலப்பா வெள்ளையா இருக்கு കൊച്ചർക്ക டார்ச்சர் பண்ணி என்ன சாவடிச்சல ആ പറയും ഇതെന്താ പറഞ്ഞ ശരിക്കും അലീന സത്യം പിടി അലീന അല്ല അലീന എന്റെ അമ്മ അലീന എന്റെ അച്ഛൻ ചന്ദ്രബോസ് ചന്ദ്രബോസ് സത്യം அம்மா பேரு അങ്ങനെ அம்மா ரெண்டு അപ്പൊ സത്യം പറയും അതെന്തിനാ സത്യം അസത്യല്ല സത്യം പിന്നെ പൈസ കൊടുത്തിട്ട് മുഞ്ചിച്ചെന്താ ചന്ദ്രബോസിന്റെ മോനല്ലേ ഫേക്കായാലും എന്താ പറയാ ചെലപ്പോ ചെറിയ സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ சத்தியமா நான் செய்றேன் അല്ല ശരി ആ എടാ ഞാൻ കാര്യം ചെയ്യട്ടെ ആ മനസ്സിലായി സൂര്യ என்னப்பா കുഴപ്പമില്ല കേട്ടാ ஓகேப்பா ആ മുസ്ലിം വന്നേ അവര് വീടൊക്കെ തന്നെയാണ് ഇന്നൊന്നും പറയാൻ പറ്റില്ല അവനെ വെറുതെ ഇപ്പൊ വിശ്വാസായില്ലേ നമ്മ കള്ളം പറയലില്ല അതെനിക്കറിയാം ഇന്ന് വീട് തന്നോണ്ട് മാത്രം ഒന്നും പറയുന്നില്ല കേട്ടോ എടാ ഇന്ന് ആള് കുറവല്ല സിറ്റുവേഷൻ എടുക്കണോ